കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ വിമർശനത്തിന് അതീതമായി ആരുമില്ലെന്നും സതുദ്ദേശത്തോടെയുള്ള വിമർശനങ്ങൾ പാർട്ടിയെ തകർക്കുകയല്ല മറിച്ച് ശക്തിപ്പെടുത്തുകയാണ് ചെയ്യുന്നതെന്നും മുതിർന്ന CPI നേതാവ് MV ജയരാജൻ വ്യക്തമാക്കിയിരിക്കുന്നു. കൽപ്പറ്റയിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. CPM ജില്ലാ യോഗത്തിൽ നേതൃത്വത്തിനെതിരെ രൂക്ഷമായ വിമർശനങ്ങൾ ഉയരുന്നുവെന്ന വാർത്തകൾ പുറത്തുവരുന്ന പശ്ചാത്തലത്തിലാണ് അദ്ദേഹത്തിന്റെ ഈ സുപ്രധാന പ്രതികരണം. തെറ്റുകൾ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് സ്വയം പരിശോധിച്ച് തിരുത്തുക എന്നത് കമ്മ്യൂണിസ്റ്റുകാരുടെ കടമയാണെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. പാർട്ടി കമ്മിറ്റികളിൽ ഉയർന്ന വിമർശനങ്ങളെ മാധ്യമങ്ങൾ തങ്ങൾക്ക് അനുകൂലമാക്കി വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുന്നതിനെ പ്രതിരോധിച്ചുകൊണ്ട് MV ജയരാജൻ പ്രതിപക്ഷത്തിനെതിരെ കടുത്ത ഭാഷയിൽ ആക്രമണം അയച്ചുവിട്ടു. ബാങ്ക് വോട്ട് ലക്ഷ്യമിട്ട് നിലപാടുകൾ മാറ്റുന്ന പരമ്പരാഗത രാഷ്ട്രീയ ശൈലി ഇടതുപക്ഷത്തിനില്ലെന്ന് അദ്ദേഹം കൽപ്പറ്റയിൽ വെച്ച് ഓർമ്മിപ്പിച്ചു. ചില താൽക്കാലിക ലാഭങ്ങൾക്കോ വോട്ടുകൾക്കോ വേണ്ടി ആരുടെ മുന്നിലും തലകുനിക്കുന്ന പ്രകൃതമല്ല ഇടതുപക്ഷത്തിൻ്റെതെന്ന് ജയരാജൻ വ്യക്തമാക്കി. മുൻകാലങ്ങളിൽ പ്രതിപക്ഷ നേതാവായിരുന്ന സമയത്ത് 4 വോട്ടിനും കുറച്ച് നിയമസഭാ സീറ്റുകൾക്കും വേണ്ടി സമുദായ നേതാക്കളുടെ തിണ്ണ നിരങ്ങാൻ താൻ ഇല്ല എന്ന് പരസ്യമായി പ്രഖ്യാപിച്ച നേതാവിനെ അദ്ദേഹം ഓർമ്മിപ്പിച്ചു. എന്നാൽ അതേ നേതാവ് പിന്നീട് മുഖ്യമന്ത്രി കസേരയിൽ എത്തിയപ്പോൾ സ്വന്തം വാക്ക് മാറ്റുകയും അതേ സാമുദായിക നേതാക്കളുടെ തിണ്ണ നിരങ്ങാൻ മടി കാണിച്ചില്ലെന്നും ജയരാജൻ പരിഹസിച്ചു. ഇത്തരം ഇരട്ടത്താപ്പും അവസരവാദവും ഇടതുപക്ഷത്തിന്റെ രാഷ്ട്രീയ നിഘണ്ടുവിലില്ലെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. തെരഞ്ഞെടുപ്പുകളിൽ ഉണ്ടാകുന്ന താൽക്കാലിക വിജയങ്ങളോ പരാജയങ്ങളോ കണ്ട് നയം മാറ്റുന്ന കൂട്ടരല്ല കമ്മ്യൂണിസ്റ്റുകാർ. വോട്ട് കിട്ടാൻ വേണ്ടി ജനങ്ങളെ വഞ്ചിക്കുന്ന നിലപാടുകളോ വർഗീയ ജാതീയ ശക്തികളുമായി സഖ്യമുണ്ടാക്കുന്ന രീതിയോ CPM ഒരിക്കലും സ്വീകരിക്കില്ല. പ്രത്യയശാസ്ത്രപരമായ കെട്ടുറപ്പോടെ എപ്പോഴും ജനപക്ഷത്ത് ഉറച്ചു നിൽക്കുക എന്നതാണ് ഇടതുപക്ഷത്തിന്റെ ശൈലി. അതുകൊണ്ട് തന്നെ താൽക്കാലിക തിരിച്ചടികളിൽ ആരും പരിഭ്രാന്തരാകേണ്ടതില്ല. ഇടതുപക്ഷ പ്രസ്ഥാനത്തെ ഇല്ലാതാക്കാൻ ഭരണപക്ഷവും ചില മാധ്യമങ്ങളും മുൻപും പല ശ്രമങ്ങളും നടത്തിയിട്ടുണ്ടെന്ന് ജയരാജൻ ചൂണ്ടിക്കാട്ടി. മുൻകാലങ്ങളിലും പാർട്ടിക്ക് വലിയ തിരഞ്ഞെടുപ്പ് തിരിച്ചടികൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. എന്നാൽ അപ്പോഴെല്ലാം ജനങ്ങളിലേക്ക് കൂടുതൽ ഇറങ്ങിച്ചെന്ന് തെറ്റുകൾ തിരുത്തി ശക്തമായി തിരിച്ചുവന്ന ചരിത്രമാണ് പാർട്ടിക്കുള്ളത്. ഇത്തവണയും പാർട്ടി കമ്മിറ്റികളിലെ ജനാധിപത്യപരമായ തിരുത്തലുകളിലൂടെ ഇടതുപക്ഷം കൂടുതൽ കരുത്തോടെ ജനങ്ങളിലേക്ക് മടങ്ങിയെത്തുമെന്നും അദ്ദേഹം അടിവരയിട്ട് പറഞ്ഞു. അതേസമയം പാർട്ടിക്കുള്ളിലെ ആഭ്യന്തര ചർച്ചകളെക്കുറിച്ച് പിണറായി വിജയന്റെ പദവിയെക്കുറിച്ചും വ്യക്തമായ മറുപടിയുമായി CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും രംഗത്തെത്തി. പിണറായി വിജയനെ പ്രതിപക്ഷ നേതാവായി തെരഞ്ഞെടുത്ത തീരുമാനത്തിൽ യാതൊരുവിധ പുനഃപരിശോധനയും ഇല്ലെന്ന് MV ഗോവിന്ദൻ ഉറച്ചു പറഞ്ഞു. ഇത് സംസ്ഥാന കമ്മിറ്റിയുടെയും സെക്രട്ടേറിയറ്റിന്റെയും ഏകകണ്ഠമായ തീരുമാനമാണെന്നും പോളിറ്റ് ബ്യൂറോയുടെ അംഗീകാരം ഇതിനുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. പിണറായി വിജയനെ പ്രതിപക്ഷ നേതാവായി തിരഞ്ഞെടുത്ത തീരുമാനത്തിൽ യാതൊരുവിധ പുനഃപരിശോധനയും ഇല്ലെന്ന് MV ഗോവിന്ദൻ ഉറപ്പിച്ചു പറഞ്ഞു. ഇത് സംസ്ഥാന കമ്മിറ്റിയുടെയും സെക്രട്ടേറിയറ്റിന്റെയും ഏകകണ്ഠമായ തീരുമാനമാണെന്നും പോളിറ്റ് ബ്യൂറോയുടെ അംഗീകാരം ഇതിനുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. പാർട്ടി യോഗങ്ങളിൽ ഉയർന്നതായി പറയുന്ന പല വിമർശനങ്ങളും വെറും മാധ്യമ സൃഷ്ടി മാത്രമാണ്. എങ്കിലും നിർഭയമായ അഭിപ്രായം പറയാനുള്ള നിർദ്ദേശമാണ് സഖാക്കൾക്ക് നൽകിയിട്ടുള്ളത്. സെക്രട്ടറിമാർക്കെതിരെ ഉയർന്ന വിമർശനങ്ങളെ കുറിച്ച് ചോദിച്ചപ്പോൾ തങ്ങളെ അല്ലാതെ പിന്നെ ആരെയാണ് വിമർശിക്കുക എന്നതായിരുന്നു MV ഗോവിന്ദന്റെ മറു ചോദ്യം. പാർട്ടി കമ്മിറ്റികളിൽ ജനാധിപത്യപരമായ ചർച്ചകൾക്കും വിമർശനങ്ങളും സ്വാഭാവികമാണെന്ന് വ്യക്തമാക്കിക്കൊണ്ട് തങ്ങൾ ഒന്നിച്ചു മുന്നേറാൻ പോകുന്നെന്ന ശക്തമായ സന്ദേശമാണ് ഇരു നേതാക്കളും നൽകുന്നത്. തിരഞ്ഞെടുപ്പ് പോരായ്മകൾ തിരുത്തി പാർട്ടി കെട്ടുറപ്പോടെ തിരിച്ചുവരുമെന്ന ശുഭപ്രതീക്ഷയിലാണ് അണികളും നേതൃത്വവും.